ഫോർമാലിൻ കലർത്തിയ മത്സ്യങ്ങൾ പിടികൂടാൻ ചെക്ക് പോസ്റ്റുകളിലടക്കം വ്യാപക പരിശോധനയാണ് നടത്തുന്നത്. ഈ പരിശോധനകൾക്കിടയിലും വിഷമത്സ്യങ്ങൾ മലയാളികളുടെ തീൻമീശയിലേക്ക് എത്തിക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഒരു വിഭാഗം മത്സ്യവ്യാപാരികൾ. അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ട്രെയിനുകളെയാണ് അതിനായി ഇവർ ആശ്രയിക്കുന്നത്. ട്രെയിനുകളിലൂടെ വിഷമത്സ്യങ്ങൾ കടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച. ചെന്നൈയിൽ നിന്നെത്തിയ ട്രെയിനിന്റെ ചരക്ക് ബോഗിയിൽ നിന്ന് മത്സ്യങ്ങൾ നിറച്ച തെർമോക്കോൾ പെട്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കുന്നു. അവിടെ നിന്ന് മത്സ്യം കൊണ്ടുപോകുന്നത് റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ വിഭാഗത്തിലേക്ക്. ഇവിടെ നിന്ന് ഓട്ടോകളിലും ലോറികളിലും കയറ്റി മത്സ്യം മറ്റിടങ്ങളിലേക്ക് എത്തിക്കും. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ യാതൊരു പരിശോധനയുമില്ല. ദിനംതോറും ടൺ കണക്കിന് മത്സ്യങ്ങൾ ഇത്തരത്തിൽ കടത്താറുണ്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലെ കയറ്റിറക്ക് തൊഴിലാളി വെളിപ്പെടുത്തി. ഇതിപ്പോ 5, 10, 20 ഒക്കെ ആണെങ്കിൽ ബോക്സ് പാക്ക് ചെയ്ത് കെട്ടി പാഴ്സൽ തുക അടച്ചാണ് മത്സ്യങ്ങൾ ട്രെയിനിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാനാകില്ലെന്നാണ് റെയിൽവേ അധികൃതരുടെ നിലപാട്. ചെക്ക് പോസ്റ്റുകളിലടക്കം വ്യാപക പരിശോധന നടത്തുന്ന ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തുന്നില്ല. അതുതന്നെയാണ് ഇത്തരത്തിൽ വിഷമത്സ്യങ്ങൾ ഇവിടേക്ക് എത്താനുള്ള കാരണവും. ക്യാമറമാൻ ഷാനവാസ് പരീതിനോടൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.